ഹൈ ഗായ്സ്, അപ്പം ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ കീർത്തീശ്വരൻ. ന്യൂ അപ്കമിങ് ഡയറക്ടറാണ് പുള്ളിക്കാരൻ. ബട്ട് വെരി ബാഡ്. എനിക്ക് ഒട്ടും ഇതിൽ കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ സ്റ്റോറി. നമ്മൾ ആര്യ ടു അല്ലെങ്കിൽ ആര്യ അല്ലു അർജുൻ്റെ സിനിമ, ഈ സിനിമയും പിന്നെ റെമോ, ജെം രവിയുടെ റെമോ, ഇത് രണ്ടും കൂടെ ഒരു കോംപ്ലിക്കേറ്റ് ചെയ്ത് മിക്സ് ആക്കി ഇറക്കിയ ഒരു സിനിമയാണ് ഡ്യൂഡാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത്. അത്ര മോശം എന്ന് പറഞ്ഞാൽ ഓഞ്ഞ തേഞ്ഞ വളിച്ച സ്റ്റോറി ആയിപ്പോയി. എനിക്ക് അത്രയ്ക്കാണ് എനിക്ക് ദേഷ്യം വന്നത്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ. ആദ്യം മമിതയാണ് മെയിൻ ലീഡിങ് ചെയ്യുന്നത്. മമിത ബൈജു, പ്രദീപാണ് മെയിൻ ആക്ടർ. ഇതിലത്തെ പ്രദീപിനെ പ്രപ്പോസ് ചെയ്യുന്നു. പ്രദീപ് ആദ്യം നോ പറയുന്നു. സ്വാഭാവികമായിട്ടും മമിത ബൈജു ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് അബ്രോഡ് പോകുന്നു. അബ്രോഡോ എവിടെയോ പോകുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ മനസ്സിലാണ്, അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു, എനിക്കും തിരിച്ച് അവളെ ഇഷ്ടമായിരുന്നു, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് എങ്ങനെ ഇവൻ തിരിച്ച് അവളെ പ്രേമിക്കുന്നു, കല്യാണമൊക്കെ ഉറപ്പിച്ച് അവൾ തിരിച്ച് നാട്ടിൽ വരുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവൾക്ക് വേറെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയി. അതായത് അവൾക്ക് വേറൊരു കാമുകനുണ്ടായിരുന്നു, എല്ലാം റെഡിയാണ്. അങ്ങനെ ഇവളുടെ കല്യാണം നടത്താനായിട്ട് എക്സാക്ട്ലി ആര്യയുടെ സെയിം സീൻ തന്നെ. അതായത് വേറെ ആരും കൊണ്ടുപോയിരിക്കാട്ട് ഇവൻ തന്നെ കല്യാണം കഴിക്കുന്നു മറ്റവന് വേണ്ടിയിട്ട്, അതായത് അവളുടെ റിയൽ ലവറിന് വേണ്ടിയിട്ട്. സെയിം സംഭവം അതുപോലെ അങ്ങ് മുന്നോട്ട് പോകുന്നു. ഇതിടയ്ക്ക് ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് പ്രഗ്നന്റ് ആവുന്നു, ആ കൊച്ചിനെ ഇവൻ നോക്കുന്നു, മറ്റത് മറിച്ചത്. എന്തൊരു എവിടെ കയറി പോണതല്ലേ സത്യം പറയട്ടെ. ഇത് എവിടെയാണ് കയറി പോകുന്നത്? ഒരു മര്യാദ വേണ്ടി മലര് ഒരു സ്റ്റോറി. പ്രദീപിനെ ഇത്രയ്ക്ക് ഒട്ടും വിചാരിച്ചില്ല. പ്രദീപിൻ്റെ ഒട്ടും. പുള്ളിക്കാരൻ ഒരു കിടിലൻ റൈറ്ററാണ്. കിടിലൻ. ആ കോമാളിയും ലവ് ടുഡേയൊക്കെ എടുത്ത് വെച്ചാൽ അതൊക്കെ കറക്റ്റാണ്. കോമാളിയും ലവ് ടുഡേയൊക്കെ പക്ക, ഇപ്പോഴത്തെ കാര്യം പക്കയായിട്ട് എടുത്ത് കാണിച്ചുന്ന ഡയറക്ടറാണ് പ്രദീപ്. പുള്ളിക്കാരൻ എന്തിനാണ് ഇതിൽ പോയി തല വെച്ചെന്നാണ് സത്യമായി എനിക്ക് മനസ്സിലാവാത്തത്. അതുപോലെ തന്നെ മമിത ബൈജുവിൻ്റെ തമിഴിലെ ഒരു ഫസ്റ്റ് എൻട്രി ആയിരുന്നു ഈ സിനിമ. പക്ഷേ ഇതിൽ മമതയ്ക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. വേറെ ആരെങ്കിലും ചെയ്താൽ മതി. മമത ഇത് എന്തിനാണ് ഈ പടത്തിൽ കമ്മിറ്റഡ് ആയെന്ന് എനിക്ക് ഒരു ഇതും തോന്നുന്നില്ല. മമതയുടെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഈ ഒരു സ്റ്റോറിയിൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. മമതയുടെ ആ ഒരു പെർഫോമൻസിലല്ല, ആ ഒരു ക്യാരക്ടറിൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഇതിൽ കുറച്ച് കോമഡി ഉണ്ട്, അത്യാവശ്യം കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൊള്ളാം. പിന്നെ ഇതിൽ കോമഡി ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ട ശരത് കുമാറിൻ്റെ മാത്രമാണ്. കിടിലൻ കോമഡി ആയിരുന്നു. ഒരു ഡാർക്ക് ഹ്യൂമർ കോമഡിയാണ് പുള്ളിക്കാരൻ ഇതിൽ പെർഫോം ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരത് കുമാർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു നമ്മുടെ മുറ സിനിമയിലെ നായകനുണ്ട് കേട്ടോ. അയ്യോ, അവനാണ് മമിതയുടെ റിയൽ ലവർ. അയ്യോ അയ്യോ, ഹൃദു എന്നാണ് പുള്ളിക്കാരൻ്റെ റിയൽ നെയിം. നമ്മൾ മുറ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് തന്നെയാണ് സംഭവം. പുള്ളിക്കാരനൊക്കെ പട്ടിയല്ലേ, വെറും പട്ടിയായി കളഞ്ഞ. ആ ഒരു റോളിൻ്റെ ഒരു വില കളഞ്ഞ് സത്യം പറഞ്ഞ. എന്തിനു വേണ്ടിയാണ് പുള്ളി ഇതിന് തല വെച്ചത് സത്യം പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഒരു വാളിച്ച ഒരു സ്റ്റോറി എന്തിനാണ് കാണിച്ച് വെച്ചേക്കണത്? ഒരു ഇതിപ്പോഴും ഇപ്പോൾ ഇറക്കിയത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഇറക്കിയാൽ ഈ പടം യാതൊരു രീതിയിലും ക്ലിക്കാവാൻ പോകുന്നില്ല. അത്ര ശോകം പടം വരുന്നത്. എനിക്ക് ഒട്ടും അങ്ങോട്ട് സ്റ്റോറിയില്ല സത്യം പറഞ്ഞാൽ. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയോ കണ്ടിരുന്നത് അവിടെ കുറച്ച് ശരത് കുമാർ കുറച്ച് ചിരിക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ആ പാട്ട് കൊള്ളാം. രാവണ രാക്ഷസ എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്, ആ പാട്ട് കൊള്ളാം. നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ സായി അഭയങ്കറിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പോകേണ്ടത്. ദാറ്റ് യങ് മ്യൂസിക് ഡയറക്ടർ. അവന് പറ്റുന്ന കാര്യം അവൻ വ്യക്തമായിട്ട് വെടുപ്പായിട്ടും ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ അവൻ എന്തിട്ട് ചെയ്യാനാണ് ഞാൻ ആലോചിക്കുന്നത്. മൊത്തം ചെയ്യാനത്തൊന്നും എനിക്ക് തോന്നിയില്ല, ഒന്നും ഇല്ലതാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ഡിസപ്പോയിൻ്റാണ് ഞാൻ. എന്തൊരു എടുത്ത് വെച്ചേക്കുന്നത്. അയ്യോ, ഇപ്പോഴത്തെ ജനറേഷൻ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് സീരിയസ് എനിക്ക് എൻ്റെ ഇതിൽ എനിക്ക് ഒട്ടും ഒരു ഒട്ടുമല്ല, ഭയങ്കര താല്പര്യക്കുറവുണ്ട് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഒട്ടും ഉള്ളൂലടേ. സ്റ്റോറി തന്നെ എന്തിനടേ, ഒരു ഇമോഷൻ ആയി ഒരു കിടില മെസ്സേജ് പറയാം. ഇതാണടേ, ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഒരു നല്ലൊരു മെസ്സേജ് കൊണ്ടുപോകാം. അക്സെപ്റ്റ് ചെയ്യാം. ഒരു തേങ്ങയില്ല മാങ്ങയില്ല. എടുത്തു വെച്ചാൽ ഇത് കൊള്ളാമെന്ന് വെച്ചാൽ അതും കൊള്ളൂല. ഓഞ്ഞ ഡയറക്ഷനും ഒന്നും പറയില്ല. ഓഞ്ഞ പടം. ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യൂല. എനിക്ക് താല്പര്യമില്ല മുന്നോട്ട് പോകാനായിട്ട്. ഈ പടത്തിൽ ഒരു സുഖം ഇല്ലടി. എന്തിനടേ കാണിച്ച് വെച്ചേക്കണം പുല്ല്. ഭയങ്കര ഡിസപ്പോയിൻ്റാണ് ഈ പടത്തിൽ. പ്രദീപ് സോറി, ഇനി അടുത്ത പടത്തിൽ നമുക്ക് നോക്കാം എന്താവും എന്നുള്ള കാര്യത്തിൽ. ദിസ് ഇസ്
സ്റ്റാർ ഫ്ലോപ്പ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. റിയലി സോറി ടു സേ. ബൈ.